ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മള് ഒരു പ്രാങ്ക് വീഡിയോ ആണ്. അങ്ങനെ വലിയ പ്രാങ്ക് ഒന്നല്ല. അതായത് നമ്മള് തപ്പുവിന് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഷർട്ടിന് കുറച്ച് ലെങ്ത് കുറവുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഇന്ന് നമ്മ വീണ്ടും ഷോപ്പിൽ പോകുന്നുണ്ട്. അപ്പൊ മാക്സിലോട്ട് പോവാന്ന് പറഞ്ഞ കേട്ട് തപ്പു വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നൈസായിട്ട് ചെറിയൊരു പണി കൊടുക്കാന്ന്. അപ്പൊ ഞാൻ ഓറിയോ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ ക്രീം മാറ്റിയിട്ട് ഇതിനകത്ത് കോൾഗേറ്റ് നിറയ്ക്കാൻ പോവാണ്, ഒരെണ്ണത്തിൽ മാത്രം. അപ്പൊ ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോ എന്നെ പൊക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഓറിയോ പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കോൾഗേറ്റ് ഫില്ല് ചെയ്യാം, ഒരെണ്ണത്തിൽ ഫില്ല് ചെയ്യാം. കുറച്ച് പൊട്ടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ആ പൊട്ടിച്ച പാക്കറ്റ് കാണുമ്പോ ചിലപ്പോ ഡൗട്ട് അടിക്കും ഗൈസ്. ഇത് നമുക്ക് തിന്നാട്ടോ. ഓറിയൊരു വികാരമാണ് കേട്ടോ. കുറച്ച് പേസ്റ്റ് പാവം. അയ്യോ, വായലോട്ട് വെക്കണേക്കാട്ടി മുമ്പ് സ്മെല്ല് വരുമോന്നൊരു ഡൗട്ട്. എന്തോ എവിടെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. പെട്ടെന്ന് വായലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ അധികം ഒരു മിനിറ്റ് സെറ്റ്. ഞാനിത് ഇതിനകത്ത് തന്നെ തിരിച്ചു വെക്കട്ടെ. മണം കേട്ടോ, നല്ല മണം കോൾഗേറ്റിന്റെ. ഗൈസ്, അപ്പൊ നമ്മളിത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കയ്യിൽ നിന്ന് വേഗം എടുത്തിട്ട് പൊട്ടിക്കണ രീതിയിൽ എടുത്ത് സെറ്റ് ചെയ്യാന്നാണ് പ്ലാൻ കേട്ടോ. അപ്പൊ ഓൾ സെറ്റ്. പിന്നെ നമുക്ക് പോയിട്ട് കാണാം. എക്സൈറ്റഡ് ആണ്. ചിലപ്പോ ഫ്ലോപ്പ് ആവട്ടെ. കാവടത്തുള്ളിൽ പോയിട്ട് അവിടെ പോയിട്ട് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്, നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മളിതേ മാക്സിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് നേരെ എവിടേക്കെങ്കിലും പോവാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് ഇത് നൈസായിട്ട് കൊടുക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സ് തപ്പിയിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് അപ്പോൾ വീട്ടിലിടാനുള്ള ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. വീട്ടിലിടാൻ ഒരു ടീഷർട്ടും ഒരു ട്രാക്ക് സ്യൂട്ടുമാണ് എടുത്തത്. അപ്പം ഇതാണ് സാധനം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലായിരുന്നു കേട്ടോ, തല പൊളിയണ വെയിലായിരുന്നു. ഒന്നാമത്തെ സ്കൂട്ടിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുറെ ഒന്നും എടുക്കാൻ ക്യാമറയിലോട്ട് നോക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല, വെയിലടിച്ചിന്. ഞാൻ അപ്പൊ ഒരു ബാക്കിൽ ഒളിച്ചിരിക്കായിരുന്നു. അങ്ങനെ നമ്മളൊരു ബേക്കറിയിൽ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞ് കയറി. അപ്പൊ ഞാൻ അവിടെ ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനം കണ്ട്. ഞാൻ ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ടെസ്റ്റ് അടിക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടത് സ്ട്രോബെറിയോ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഞാൻ. അതെന്താ ഗൈസ്, ഞാൻ അറിഞ്ഞില്ല തപ്പുന് ഓറിയോ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. ഞാനാണെങ്കിൽ ഓറിയോയില് തേച്ചാല് കറക്റ്റായിട്ട് മനസ്സിലാവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഓറിയോ എടുത്തത്. പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. എന്നാലും ഞാൻ കോൺഫിഡൻസ് കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നാച്ചുറലായിട്ട് നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മധുത് കഴിക്കാനൊരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് തപ്പു വിളിച്ചു നോക്കാണ്. നമ്മൾ നേരത്തെ അവിടെ ബുക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി നേരം അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ടി വരും. തപ്പുവിനാണെങ്കിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല പോവാനായിട്ട്. കുറച്ച് കഴിയുമ്പോണ്ടല്ല, അപ്പോഴേക്കും വിശക്കുള്ളൂ. നമുക്കുള്ള ഫലൂദാനുണ്ടെന്നോ
ഗൈസ് അങ്ങനെ നമ്മളിത് പ്ലാൻ സെറ്റാക്കിയിട്ടുണ്ട്. തപ്പനൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം തപ്പ എന്നോട് എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം ആ ഓറിയോ പാക്കറ്റ് എടുത്ത് നാച്ചുറലായിട്ട് അത് കൊടുക്കണതിൻ്റെ ഇതിലായിരുന്നു കേട്ടോ. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരെണ്ണം കഴിക്കും. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരെണ്ണം, ഈ ഒരെണ്ണം എനിക്ക് വേണ്ടി എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കഴിക്കും. തനിക്കിത് കഴിച്ചിട്ടൊന്നും ഒരു വികാരം. ഗൈസ് ഞാൻ ദേ വെള്ളം വാങ്ങിക്കാൻ വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ലത് അപ്പോൾ ഇത് കുറച്ചെങ്കിലും ഇറക്കുന്നു. ഇത് കടിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് വരേണ്ടതാണ്. പക്ഷേ അതിൻ്റെ മൂക്കടഞ്ഞിരിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയില്ല. അത് നോർമലായിട്ട് നിന്ന് ചവക്കണുണ്ടായിട്ടോ. ഞാൻ പറഞ്ഞതിന് ശേഷമാണ് അത് പേസ്റ്റാണെന്ന് മനസ്സിലായത്. ഞാനാണെങ്കിൽ പറയാനും കുറച്ച് ലേറ്റായിപ്പോയി. അത് കുറച്ച് ഇറക്കി തപ്പൂന് ആകെ ബുദ്ധിമുട്ടായിട്ടാണ്. എന്നിട്ട് വെള്ളം കുടിച്ച് കുറേ നേരം ഒന്ന് സെറ്റായിട്ട് കുറേ തുപ്പിയിട്ട് റെഡി ആയത്. ഗൈസ് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളിതേ മധുഹത് കഴിക്കാൻ വന്നു. വരണ വഴി മൊത്തം ഈ പ്രാങ്കിൻ്റെ പരാതിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അമീറാസിലാണ് കേട്ടോ വന്നത്. ഇത് മാളയിലുള്ളൊരു കടയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് കേട്ടോ സാധനം കിട്ടിയത്. അവിടെ ലൈറ്റൊക്കെ കുറച്ച് കുറവായിരുന്നു. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഫൈനലി നമ്മുടെ ഐറ്റം വന്നു കേട്ടോ. ഇത് മന്തി പോലെ ഇരിക്കുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റിൽ മന്തിയുടെ അപ്പനായിട്ട് വരും കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ സാധാ മന്തിക്ക് കിട്ടുന്ന പോലെ പ്ലസ് ഒരു ഒനിയനും കുറച്ച് പച്ചമുളകും ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ എന്താണെന്നറിയില്ല ഭയങ്കര സ്നേഹത്തോടെ എനിക്ക് വിളമ്പി തരുന്നുണ്ട് കേട്ടോ. തല്ല് പിടിച്ചും കേട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുപോയതാണ്. അതുകൊണ്ടാണ് തോന്നുന്നു. ഗൈസ് അങ്ങനത്തെ നമ്മൾ വീട്ടിലെത്തി. തപ്പന്നെ ഇവിടെ ഇറക്കിയിട്ട് തപ്പന്നെ വണ്ടി എടുത്ത് പോവാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.